സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലേസി ബീഫ് എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലേസി ബീഫ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാറ്റഗറി ബീഫ് ഒന്നുമില്ല, നോർമൽ ബീഫ് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോഴത്തെ ലേസി പേഴ്സൺസ് എങ്ങനെ എത്രയും പെട്ടെന്ന് ബീഫ് കറി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നും കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാത്രമല്ല, നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഈ കൊഴുപ്പും കൂടി എക്സ്ട്രാ ചോദിച്ച് വാങ്ങിക്കുക. കാരണം ബീഫിൽ കൊഴുപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സോ കൊഴുപ്പ് നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. അവർ നോർമലി ഇടാറില്ല ബൈ ഡിഫോൾട്ട്. സോ നിങ്ങൾ ബീഫ് വെട്ടുമ്പോഴത്തേക്കും നിങ്ങൾ അവർ കൊഴുപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊഴുപ്പും കൂടി ചോദിച്ച് വാങ്ങിക്കുക. ബീഫ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് കഴുകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ കഴുകല്, വെള്ളം ഇട്ടിട്ട് പച്ചവെള്ളം കഴുകണം, പച്ചവെള്ളത്തിലും വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മഞ്ഞപ്പൊടി ഇട്ട് കഴുകണം. ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇട്ട് തന്നെ കഴുകുക. കാരണം മഞ്ഞപ്പൊടി ഇട്ട് കഴുകുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ബീഫിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഹാർഡായിട്ട് അടിക്കില്ല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് ഈ പറയുന്ന ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് ഒക്കെ അങ്ങ് പോയി കളയും ഈ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുമ്പോൾ. സോ അതാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുന്നത് മെജോറിറ്റി. നിങ്ങൾ നോർമൽ പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഹാർഡ് സ്മെല്ല് ഭയങ്കരമായിട്ട് അടിക്കും. സോ മഞ്ഞപ്പൊടി ഇട്ട് നിങ്ങൾ മാക്സിമം കഴുകുക. അതിനുശേഷം നിങ്ങൾ പച്ചവെള്ളത്തിട്ട് കഴുകിയാലും മതിയാവും. 2 പ്രാവശ്യം കഴുകണം. അതിനുശേഷം നമ്മൾ നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി പക്ഷേ അതിനകത്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. സോ 1/2 കിലോ സവാള നിങ്ങൾ വാങ്ങിക്കുക. 1/2 കിലോ സവാള വാങ്ങിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വരവി എടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ലേസിനെസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് എത്രയും പെട്ടെന്ന് നമ്മൾ ബീഫ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഒരു നുറുക്ക് വിദ്യ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ പറഞ്ഞ സവാള ഇട്ട് അതിൻ്റെ പുറത്ത് തന്നെ മഞ്ഞപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് വിരവി കൊടുക്കുക. നന്നായിട്ട് വിരവി ആകുമ്പോഴത്തേക്കും അടുത്ത മിക്സ് എന്ന് പറഞ്ഞാൽ പൂരം ചില്ലി, ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിരവുക. ഇത് ഫുള്ള് വിരവലി പണിയാണ്. കാരണം എളുപ്പം നമ്മൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇത് വിരവലി പണിയാണ്, എളുപ്പ പണിയാണ്. നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്കപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ ഉള്ളി ഇട്ടു, സവാള ഇട്ടു, ദെൻ ചില്ലി പൗഡർ ആഡ് ആക്കി നമ്മൾ വിരവിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ എന്താണ് പണി, വിരവ്. അത് തന്നെയാണ് പണി. ഈ വീഡിയോയിൽ നമ്മൾ മിക്സ് എന്നൊന്നും പറയുന്നില്ല, വിരവ് അങ്ങനെ നമ്മൾ പറയുള്ളൂ. വിരവി എടുക്കുക, അത്രയേ ഉള്ളൂ. സോ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല, വിരവി കൊടുക്കുകയാണ് ഫുള്ളായിട്ട്. ദെൻ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന മീറ്റ് മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല അല്ലാതെ ബീഫ് മസാല രണ്ടും ഒന്നിനാണ്. മീറ്റ് മസാല കോമൺ ആണ്, എല്ലായിടത്തും കിട്ടും. ബീഫ് മസാല എന്ന് വേറൊരു മസാല ഉണ്ട്, ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് കിട്ടാനില്ല. സോ അതുകൊണ്ട് ഞാൻ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബിരിയാണിയിലേക്ക് ഇടുന്ന മറ്റേ പട്ടയും ഇതുപോലത്തെ ഗ്രാമ്പ് പോലത്തെ സാധനം, അതിൻ്റെ പേരെന്തെങ്കിലും എനിക്കറിഞ്ഞൂടെ, ഗ്രാമ്പ് പോലത്തെ ചെറിയ സാധനം പട്ടയൊക്കെ ഉണ്ട്. സോ അതും കൂടി ഇടുക ഒരു മണത്തിന് വേണ്ടിയിട്ട്. അതും കൂടിയിട്ട് നന്നായിട്ട് അങ്ങ് വിരവിങ്ങ് എടുക്കുക. വിരവേറി കൈയൊക്കെ മരവിച്ച് പോയെന്നാണ് തോന്നുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ കൈ വിരവേറി ഈ കൈ മരവിച്ച് പോയി, കൈയുടെ ഒരു റെസ്പോൺസ് ഇല്ല എനിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും ഡ്രൈ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഡ്രൈ ആണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന വിരവുമ്പോഴുള്ള പരിപാടി. കൈയൊക്കെ ഭയങ്കര വേദനയാണ്. പിന്നെ നമ്മൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് എന്നല്ല, ജസ്റ്റ് ഒന്ന് വിരവിയിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മൾ കറിവേപ്പില ലീഫ് ഉണ്ടല്ലോ, കറിവേപ്പില ഇല, അതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വിരവുമ്പോഴത്തേക്ക് കൈ എനിക്ക് മരവിച്ചു ആ രീതിക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഡ്രൈ ആണ് ബീഫ് ഡ്രൈ എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം പോലെ ഒന്നും കാണുന്നില്ല. സോ ഫുൾ ഡ്രൈ ആണ്. നമ്മൾ ഈ മസാലയും കാര്യങ്ങളും ഇട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു മറ്റേ ചപ്പാത്തിയുടെ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോഴാണ് കൈയൊക്കെ ഫീൽ ആവുന്നത്. സോ അതൊന്ന് ഇളക്കി നമുക്കൊന്ന് മാറ്റാനായിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കും. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ എത്തുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വരവാൻ കുറച്ച് എളുപ്പമുണ്ട്. സോ അത് ഇട്ടപ്പോഴാണ് ഈ ചെറുതായിട്ട് കൈ റെസ്പോൺസ് എങ്കിലും എനിക്ക് തോന്നുന്നത് ഇതിട്ട് വിരവ് വെക്കും. മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി മാവ് ജസ്റ്റ് വിരവ് എടുക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത്. സോ നമ്മളത് ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന എസൻസും കാര്യങ്ങളെല്ലാം ആയിട്ട് പിടിച്ചിട്ടുണ്ട് ബീഫിൽ. സോ നമ്മളിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു 15 to 20 മിനിറ്റ് മാറ്റി വയ്ക്കുക. കാരണം ഈ ബീഫിലോട്ട് ഈ പറയുന്ന മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട്. സോ 15 മിനിറ്റ് കഴിഞ്ഞു. സോ നമ്മളത് തുറന്നിട്ട് നമുക്ക് ഈ പറയുന്ന വെള്ളം, നമുക്ക് 1 ഗ്ലാസ് വെള്ളം വേണം. 1 ഗ്ലാസ് വെള്ളം നമ്മൾ നേരത്തെ ഒഴിക്കുക. കാരണം നമ്മൾ വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല. ഈ ബീഫിൽ ഈ മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. സോ വെള്ളം ഒന്ന് ഒഴിക്കുക. വെള്ളം 1 ഗ്ലാസ്, നോർമലി നിങ്ങൾ ഉപയോഗിക്കുന്ന 1 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിക്കുക. തീരെ ഓവറായിട്ട് വെള്ളം വയ്ക്കല്, ജസ്റ്റ് നോർമൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എങ്കിലും നമുക്ക് കുറുവി അങ്ങ് വരത്തുള്ളൂ. കാരണം ബീഫിൽ ഈ പറയുന്ന എന്താ പറയുക, ഈ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിനകത്തുണ്ട്. സോ അതിനകത്ത് അലിഞ്ഞ് കയറുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധം ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊള്ളും. പിന്നെ ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഞാൻ 8 വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ 1 വിസിലേ കാണിക്കുന്നുള്ളൂ, പക്ഷേ 8 വെച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. നിങ്ങൾ 5 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എടുത്ത് പ്രത്യേകിച്ച് നോക്കുക ബീഫ് സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ടോ എന്ന്. സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല, ഹാർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫർദർ 1-2 വിസിലൊന്ന് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചിരട്ട ഉണ്ടെങ്കിൽ, മറ്റേ തേങ്ങയുടെ ചിരട്ട ഉണ്ടെങ്കിൽ അതും കൂടിയിട്ട് വേവിക്കുക. എളുപ്പം കുറച്ചുകൂടി കുക്കായി വേവും. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്.